നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 4 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, വേണമെന്നൊന്നുമില്ല, പനിയായിരുന്നു. അപ്പോൾ വീഡിയോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മളുടെയാണ് FC ഗെയിം പ്ലേ ഡേ 2. ഓക്കെ, റാങ്ക് പുഷ് ഡേ 2 ആണിന്ന്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ സ്കോഡൊന്ന് കാണിച്ചു തരാം. ഒരു ചെറിയ മാറ്റം വരുത്താണ്ട് നമുക്ക് സെൻറ്റർ ബാക്കിന് പുതിയൊരു സെൻറ്റർ ബാക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. സെൻറ്റർ ബാക്ക് നമുക്കൊരു പുതിയ സെൻറ്റർ ബാക്ക് കിട്ടി. 96ൻ്റെ ആൽഡർവേൽഡ് എന്നാണ് അതിൻ്റെ ചെങ്ങാൻ്റെ പേര്. 96ൻ്റെ CB ആണ്. ഓക്കെ ഗൈസ്, ഇന്നൊരു നമ്മൾ ഓവർ കൂടുന്നില്ല ഗൈസ്, അതാണ് ഒരു വിഷമമുള്ള കാര്യം. ഓവർ കൂടുന്നില്ല, എല്ലാ പ്ലേയേഴ്സും നമ്മളിലുണ്ട്. നമുക്കിനി നന്നായിട്ടൊരു ഗോൾ കീപ്പർ കിട്ടിയാൽ മതി. ഗോൾ കീപ്പറേയും പിന്നെ ഒരു റൈറ്റ് ബാക്കിന്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഹെഡ് ഹെഡ് കളിക്കാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 3,64,000 ഫാൻസ് മേലാണ് എത്തിയിരുന്നത്, Pro 1. ഇന്ന് നമ്മൾ 2 കളി കളിക്കുന്നതാണ്. ഓക്കെ, 2 കളി ഡേ 2 നമ്മൾ കളിക്കുന്നതാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് 2 കളിച്ച് ഇടുന്നതാണ്. പ്രധാനമായിട്ടൊരു കാര്യം മറന്നുപോയി. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ടപ്പേ വന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അത് എല്ലാവരും സാധിപ്പിച്ച് തരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഗെയിം കൂടെ സ്റ്റാർട്ടായിട്ട് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൽ റേഞ്ചിന് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് അതൊന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത്. ഓക്കെ, കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഗെയിമിൽ കൊണ്ടുവരണുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റ് വിങ്ങർ ഗർണിച്ചൊക്കെ ബാക്കോട്ട് വന്ന ഗൈസ് ഡിഫെൻഡ് ചെയ്യണേ. ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ഡേ 2 ആണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ 2 ഗെയിം പ്ലേ ഇടുന്നതാണ്. 2 ഗെയിം റാങ്ക് പുഷ്. ഇനിയും അങ്ങോട്ട് മുതൽ 2 വീഡിയോസൊക്കെ നമ്മൾ ഇടുക. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മളൊരു പാക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ആ പാക്ക് ഉണ്ടോയെന്ന് അറിയില്ല ഗൈസ്, നമുക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇപ്പോൾ ജെംസ് 9,000 എത്ര ഉണ്ട്, 9,000 സംതിങ് എത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനോണ്ട് ഈ പാക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു പാക്ക് ഓപ്പൺ ചെയ്യാം. നല്ല പ്ലെയറിനെ കിട്ടുമെന്നാണ് വിചാരം. ഒരു GK കിട്ടിയത് ഗൈസ്. നമ്മൾ ഈ കോബലിനെ ഒന്ന് മാറ്റണം. അതിന് പേര് എൽസൺ ബക്കറോ മാർട്ടിനസോ ആരെയും ഒന്ന് കിട്ടിയാൽ മതി. നല്ല ഗോൾ കീപ്പറാണ്. ഓക്കെ, നമ്മളിതവിടെ റൈറ്റ് വിങ്ങോട് മുന്നേ വരുന്നുണ്ട്. ഒരു ക്രോസ്, വ്ലാഹോവിച്ചിൻ്റെ ഹെഡറോ. ഞാൻ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് അവിടെ ആ ഹെഡ് എത്താൻ കഴിയാത്തത്. ഓക്കെ, ഗൈസ് സൈമൻസ് കോബിൽ വേൾഡാണ്. നമ്മൾ കിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ 0-0 തന്നെയാണ് നമ്മുടെ സ്കോർ ബോർഡ്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താ ഈ ഗെയിമിൽ സൗണ്ട് ഇല്ലാത്തതെന്ന്. അത് ഞാൻ സൗണ്ട് ഫുള്ളായിട്ട് കുറച്ച് വെച്ചിരിക്കണം. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കില്ല. ഓക്കെ, അതായത് നമ്മളെ സൗണ്ട് ക്ലിയറായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, ഒരു ഈ ഹോം ചാൻസ് നമ്മൾ
കാണികളുടെ സൗണ്ടൊക്കെ കാരണം നമ്മളെ സൗണ്ട് പറയുന്ന ആളെ സൗണ്ട് ശരിക്കും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ സൗണ്ടും ഞാൻ ഓഫാക്കിയിട്ട്. ഓക്കെ ഗായ്സ്. ഓ ഗായ്സ്, ആ ചാൻസ് മിസ്സായിപ്പോയി. ഓ ഗായ്സ്, ഓ ഇതിൽ ഫുൾ ചാൻസും, പക്ഷെ ഒന്ന് ഗോളൊക്കെ പറ്റുന്നില്ല എന്നുള്ളൂ. അത് നമുക്ക് എടുക്കായിരുന്നു ഗൈസ്, അവിടെ സ്പ്രിൻ്റ് ചെയ്താൽ മതിയായിരുന്നു. ഓ ഗൈസ്, സൈമൺസ്. ഗൈസ്, ഈ വ്ലാഹോവിച്ചിൻ്റെ പാസ്സൊക്കെ എങ്ങോട്ടാണ് പോണ ഗൈസ്? അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ എത്ര ഗൈസ് പറയുന്നുണ്ട് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് അടിച്ചേക്കാട്ടോ ഗൈസ്. ഓ 85 മിനിറ്റായി ഗൈസ്. നമുക്കൊരു ഗോളും പോലും ഇതുവരെ അടിക്കാൻ സാധിച്ചിട്ടില്ല. ആൽജർവേൾഡ്, ഓ വെൽ ഡൺ ഡിഫെൻഡിങ്, വെൽ ഡിഫെൻഡിങ്. ഓ ഫുൾ ടൈം ആയിരിക്കും ഗൈസ്. അപ്പോൾ 0-0 തന്നെയാണ് സ്കോർ ബോർഡ്. 0-0 തന്നെയാണ് നമ്മുടെ സ്കോർ ബോർഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത കളി കളിക്കാം. ഓക്കെ 1700 കപ്പ് ഫാൻസ് റീച്ച് രണ്ടാൾക്ക് കൂടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്വാഡ് ഈ കളി കഴിഞ്ഞിട്ട്, ഈ അടുത്ത കളി കൂടി കഴിഞ്ഞിട്ട് എൻ്റെ സ്ക്വാഡ് അവസാനം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഒക്കെ കൂടിയായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളെ ഈ ലക്ഷ്യം പറഞ്ഞാൽ ഈ ഹെഡ് ടു ഹെഡ് ഫിഫ ചാമ്പ്യൻസ് ആ ഒരു ഇതിൽ എത്തിക്കാനാണ്, ഹെഡ് ടു ഹെഡ്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്താൽ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മാച്ച് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. 73-74 അല്ലേ? ഓക്കെ, ഓവർ 95. അവൻ്റെതോ ഓവർ 96 ഗൈസ്. നെയ്മറൊക്കെ ഉണ്ട് ഗൈസ്, സീനാണല്ലോ. നമ്മളുടെ മാച്ച് സ്റ്റാർട്ട്. ഓ നെയ്മർ, വെൽ ഡിഫെൻഡിങ്. ഗറിൻച്ച് അവിടെ ഒറ്റപ്പൂജ കളിച്ചാൽ നോക്കി, അത് പ്രശ്നമായി. ഗായ്സ്, നല്ല ത്രൂ പാസ്, നല്ല ത്രൂ, ഒരു ക്രോസ്. വാട്ട് എ ഗോൾ ഗായ്സ്. അപ്പം നമ്മൾ ആദ്യം വെടി പൊട്ടിച്ചിരിക്കുന്നു വ്ലാഹോവിച്ചിലൂടെ, ഒരു തകർപ്പൻ ഹെഡർ. ഗറിൻച്ചയുടെ ക്വാളിറ്റി ക്രോസ് തന്നെയായിരുന്നു അത്. ചെറിയൊരു ഹെഡർ, ഗോളായി. ഗോൾ കീപ്പർ ഫസ്റ്റ് പോസ്റ്റിൻ്റെ അങ്ങേ മൂലക്കിലേനി. അവിടുന്ന് പിന്നെ ഗോൾ കീപ്പർ വരുമ്പോഴത്തേന് നമ്മൾ വ്ലാഹോവിച്ച് ഗോളാക്കിയിട്ടുണ്ട്. നെയ്മറിൻ്റെ ഒക്കെ ബാക്ക് പാസ് സീനാണ്. ഗായ്സ്, അമ്മ തിരിച്ചടിച്ച് ഗായ്സ്. അവരും ഒരു ഗോൾ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ലീഡ് നമ്മൾ തന്നെ പോക്കി. ഓക്കെ, നമ്മളത് വലിയൊരു മിസ്റ്റേക്ക് തന്നെ. ഗോൾ കീപ്പർ മുമ്പേക്ക് വരിപ്പിച്ച്, ഗോൾ കീപ്പർ മുമ്പേക്ക് വരിപ്പിച്ചുകൊണ്ടാണ് ആ ഗോള് വന്നത്. നമ്മളെ തന്നെ ഒരു പൊട്ടത്തരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ,
വീണ്ടും ഒരു ക്വാളിറ്റി ക്രോസ് എന്ന് പറയാൻ സാധിക്കില്ല. ക്രോസ് പക്ഷെ അത് ഗോൾ കീപ്പർ കോണ്ടാക്റ്റ് ഉണ്ട്. ഗോൾ കീപ്പർക്ക് കോണ്ടാക്റ്റ് ഉണ്ട് ശരിക്ക്. അതുകൊണ്ടാണ് ബോൾ കിട്ടിയത്. വാട്ട് എ സേവ്! കോബലിൻ്റെ ഒരു തകർപ്പൻ സേവ് നമ്മളിവിടെ കണ്ടു ഗായ്സ്. നമ്മളെ ആൽഡർവേൽഡിന് റെഡ് കാർഡ് കിട്ടി ഗൈസ്. 2 കാർഡ് അങ്ങനെ പെനാൾട്ടി ആയി ഗൈസ്. ഒന്നും മനസ്സിലാവില്ല, അവിടെ പെനാൾട്ടി ആയി. ഗൈസ് നമ്മൾ പൊട്ടത്തിനെ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ നിന്നുപോയി. അതാണ് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഗോൾ തിരിച്ചടിക്കാൻ നോക്കാം. നമ്മളെ നല്ലൊരു സെൻറ്റർ ബാക്കാണ് നമ്മൾ നഷ്ടമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണോ അടുത്ത കാര്യങ്ങൾ പോവുക അറിയില്ല. ആലവീട് പോകുമ്പോഴത്തേനും നമുക്ക് നല്ല കളി കൂടി. പാസ്സൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ 2ാം പകുതി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കാനാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. ഓക്കെ, എത്താണ് ഗസ് ചെയ്യുക. ഗർണാച്ചോക്ക് സ്പീഡില്ലേ, നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാം. ട്രെയിൻ ചെയ്യണം ഗൈസ്. ഓക്കെ, ആൻഡർവേർഡിൻ്റെ മിസ് നല്ലോണം നമ്മൾ കാണാറുണ്ട്. ആൻഡർവേർഡ് സെൻറ്റർ ബാക്ക് ഇല്ലാത്ത നല്ല കുഴപ്പം നമ്മളുണ്ട്. ഫൗളാണ് കേസ് അവിടെ. അവിടെ തന്നെ ഫൗൾ ചെയ്തില്ല. Garnacho, well done Garnacho. What a roof! ബൈസിക്കിളാണ് അവിടെ അടിക്കാൻ നോക്കിയ വ്ലാഹോവിച്ച്. ഗൈസ് ഇത് ലാസ്റ്റ് മിനിറ്റിക്ക് കടന്നിരിക്കുകയാണ്. മെസ്സി and what a save from കോബൽ. ഏതാ സേവ്! ക്വാളിറ്റി സേവ് ഫ്രം കോബൽ. ഡേഞ്ചർ! ഗൈസ് നമ്മക്കാണ് അവിടെ ഫൗൾ ഇട്ടിരിക്കുന്നത്. ഗൈസ് അപ്പോൾ ഈ കളി നമ്മൾ പൊട്ടിയിരിക്കുകയാണ്. 3-1 തോൽവി ഗൈസ്. 3-1 തോൽവി. ഇപ്രാവശ്യം മെസ്സിയാണ് കേട്ടോ ഗൈസ്. മെസ്സി ഇപ്രാവശ്യം മെസ്സി ഇട്ട് ഗൈസ്. നമ്മുടെ സ്വപ്നത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് 3-1 വിജയം അവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് 3-1 തോൽവി. സങ്കടം വരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പാക്ക് ഓപ്പൺ ചെയ്യാം. 3500 ഫാൻസ് ലോസായി ഗൈസ്. ഓക്കെ, 362 ഫാൻസ്. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തായിന്ന് അറിയാം. പക്ഷേ നമ്മളെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. 26, 60. ഞാൻ ഇങ്ങനെ വായിച്ചു നിർത്തുന്നത് ചാർജാണ്.
ഫോണിൻ്റെ ചാർജാണ്. നമുക്ക് ഗൈസ് ഇവിടെ കുറേ പാക്ക് ഉണ്ട്. ഏത് പാക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്? ഗൈസ് നമുക്ക് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഗൈസ്? ഗൈസ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയ ഒരു GK കോബലിനെ കിട്ടണം. കോബിൽ ഏറ്റവും വേണ്ടിയ കീപ്പറാണ്. അത് ഇതിങ്ങൊന്ന് കിട്ടിയാൽ മതി ഗൈസ്. പ്ലീസ് 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 പ്ലീസ്. ടോപ്പ് 11 പ്ലെയറെ കാര്യം നമുക്ക് കിട്ടാൻ പോണേ. ചിലപ്പോഴേ കിട്ടുള്ളൂ ഗൈസ്. പറഞ്ഞില്ലേ ഗൈസ്? 8000 ഗൈസ് പോയി ഗൈസ്. ഇപ്പം ഇന്ന് നമുക്ക് ഭാഗ്യമില്ല. മര്യാദയ്ക്ക് വല്ല വേറെ എന്തെങ്കിലും തുറന്നാൽ മതി ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും ഭാഗ്യമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ നാളെ വീണ്ടും നമ്മൾ വരുന്നതാണ്. അതുവരെക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ മറക്കല്ലിട്ടോ, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. ഓക്കെ ബൈ ഗൈസ്.